ഹായ് ഡിയേഴ്സ്, ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. കൊച്ചി യൂണിവേഴ്സിറ്റി സ്പോട്ട് അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ, പലവിധ കോഴ്സുകളിലേക്കായി. അപ്പോൾ സീറ്റ് വേക്കൻസി എത്രയാണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും കുറേ പേരൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റഡ് MSc പറയുന്നുണ്ട്, അതേപോലെ BTechൻ്റെ പറയുന്നുണ്ട്. BTech ലാറ്ററൽ എൻട്രി ഉണ്ട്, അതേപോലെ BTech മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ, ഇതിൻ്റെയൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡിക്കേറ്റഡ് MSc നോക്കാം. ഇൻഡിക്കേറ്റഡ് MSc സീറ്റ് വേക്കൻസി ഫോർ സ്പോട്ട് അഡ്മിഷൻ ഓൺ 1/12/2020. 1-ാം തീയതിയാണ് സ്പോട്ട് അഡ്മിഷൻ. അതിന് ജനറൽ ഒരു വേക്കൻസി, SC 5 വേക്കൻസിയും PHC 3 വേക്കൻസിയും EWS 2 വേക്കൻസിയാണ് ഉള്ളത്. അടുത്തത് BTechൻ്റെ കോഴ്സസുകളാണ്. BTechും ഇൻഡിക്കേറ്റഡ് MSc ഫോട്ടോണിക്സിൻ്റെ വേക്കൻസി 28-ാം തീയതി വരെയുള്ള, അതായത് ഇന്നത്തെ വരെയുള്ള ഇപ്പോൾ ഉള്ള വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ ഇതിലാദ്യം തൃക്കാക്കരയിലെ സിവിൽ എഞ്ചിനീയറിങ്ങിൽ കാണാം. OBX ഒരു വേക്കൻസി മാത്രമാണ് ഇപ്പോൾ ഉള്ളത് സ്റ്റേറ്റ് മെറിറ്റിൽ. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ PHC 5 വേക്കൻസിയും CGW 2 വേക്കൻസിയാണ്. NRI 3 വേക്കൻസി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് CS അവരിലേക്ക് CS ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ KMBയിൽ മാത്രമേ ഒരു വേക്കൻസി ഉള്ളൂ. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ PHCയിൽ മാത്രമേ വേക്കൻസി ഉള്ളൂ. പിന്നെ ട്രിപ്പിൾ ആണ് വരുന്നത്. ട്രിപ്പിളിൽ KST ഒരു വേക്കൻസിയും OBX ഒരു വേക്കൻസിയാണ് സ്റ്റേറ്റ് മെറിറ്റിലുള്ളത്. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ PHC 3 വേക്കൻസി, CGW 3 വേക്കൻസി ഉണ്ട്. NRIയിലും ഒരു വേക്കൻസി ഉണ്ട്. അതാണ് ട്രിപ്പിളിയുടെ കാര്യം. പിന്നെ EC വരികയാണെങ്കിൽ KST ഒരു വേക്കൻസി, പിന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ അത് മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ VSK 1 ഉണ്ട്, പിന്നെ KST 1 ഉണ്ട്, PHC 5 ഉണ്ട്, CGW 4 ഉണ്ട്. IT ആണ് അടുത്തത്. ITയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ KSC മാത്രം ഒരു വേക്കൻസി ഉള്ളൂ. അതേസമയം ഓൾ ഇന്ത്യ മെറിറ്റിൽ KST ഒരു വേക്കൻസി ഉണ്ട്, PHC 5 വേക്കൻസി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ PMCക്ക് ഒരു വേക്കൻസി, KSTക്ക് ഒരു വേക്കൻസി, OBX ഒരു വേക്കൻസി ഉള്ളൂ സ്റ്റേറ്റ് മെറിറ്റിൽ. ഓൾ ഇന്ത്യ മെറിറ്റിൽ KST ഒരു വേക്കൻസി ഉണ്ട്. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയിലും KST മാത്രമാണ് സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു വേക്കൻസി ഉള്ളത്. ഫയർ ആൻഡ് സേഫ്റ്റി ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ ജൂൺ മാത്രമേ വേക്കൻസി ഉള്ളൂ. അടുത്തത് BTech ഇൻസ്ട്രുമെൻറ്റേഷനാണ്. അതിൽ കുറച്ച് വേക്കൻസീസ് കാണുന്നുണ്ട്. EWS അങ്ങനെയൊക്കെ. ഇപ്പോൾ ഓരോ ഇത് നിങ്ങൾ നോക്കിയാൽ മതി, അതായത് കാറ്റഗറിയിലുള്ളത്. അതുപോലെ പോളിമറിലും കുറച്ച് വേക്കൻസിയാണ്. EWS 2 വേക്കൻസി, അതുപോലെ വേറൊരു വേക്കൻസിയും കൂടി. ഇൻഡിക്കേറ്റഡ് MSc ഫോട്ടോണിക്സിൽ ആകെ ഒരു വേക്കൻസിയാണ് കാണിക്കുന്നത്. PMC കാറ്റഗറിക്കാണ് കേട്ടോ. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് പിന്നെ എല്ലാം കുട്ടനാടത്താണ്. അപ്പോൾ ഇത് അവിടെ കുറച്ച് വേക്കൻസി സ്റ്റേറ്റ് മെറിറ്റിൽ EWS 4 വേക്കൻസിയൊക്കെ ഉണ്ട്. സമയം ഓൾ ഇന്ത്യ മെറിറ്റിൽ ജനറൽ തന്നെ 9 വേക്കൻസീസ് ഉണ്ട് കേട്ടോ സിവിൽ എഞ്ചിനീയറിങ്ങിന്. അതുപോലെ NRI കോട്ടയിൽ 3 വേക്കൻസി ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിൽ ഒരു വേക്കൻസി സ്റ്റേറ്റ് മെറിറ്റിലുള്ളൂ. ഓൾ ഇന്ത്യ മെറിറ്റിൽ 2 വേക്കൻസി ഉണ്ട്, അതൊരു റിസർവേഷൻ വേണ്ടിയാണ്. പിന്നെ CS NRI 2 വേക്കൻസി ഉണ്ട് കുട്ടനാട്. പിന്നെ ട്രിപ്പിളി ആണെങ്കിൽ ജനറൽ 3 വേക്കൻസി ഉണ്ട്, EWS 4 വേക്കൻസി ഉണ്ട് സ്റ്റേറ്റ് മെറിറ്റിൽ. വേറെ കുറച്ച് വേക്കൻസീസൊക്കെ ഉണ്ട്. ഓൾ ഇന്ത്യ മെറിറ്റിലും അതെ, ജനറൽ 8 വേക്കൻസിയും പിന്നെ മറ്റൊഴിവുകളൊക്കെ ഉള്ള വേക്കൻസീസും കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിളി NRIക്ക് ആണെങ്കിൽ 3 വേക്കൻസിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ EC ആണ് അടുത്തത്. ECക്കും ഉണ്ട് കുറച്ച് വേക്കൻസീസ് സ്റ്റേറ്റ് മെറിറ്റിലും. ഓൾ ഇന്ത്യ മെറിറ്റിൽ ജനറൽ കാറ്റഗറി തന്നെ 3 വേക്കൻസി ഉണ്ട്, പിന്നെ NRI 3 വേക്കൻസി ഉണ്ട്. BTech ITയിലും കുറച്ച് വേക്കൻസി ഉണ്ട്. സ്റ്റേറ്റ് മെറിറ്റിലും ജനറൽ 1 ഉണ്ട്. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ ജനറൽ 5 ഉണ്ട്, വേറെയും കുറച്ച് വേക്കൻസീസ് ഉണ്ട്. NRIയിൽ 2 വേക്കൻസി ഉണ്ട്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും കുറച്ചധികം വേക്കൻസീസ് ഉണ്ട്. ജനറൽ കാറ്റഗറി 1, EWS 4 അങ്ങനെ ഓരോ കാറ്റഗറിയുടെയും കൊടുത്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ മെറിറ്റിൽ ജനറൽ കാറ്റഗറിക്ക് 6 ഉണ്ട്, NRI 3 ഉണ്ട്. അപ്പോൾ ഇതാണ് BTechൻ്റെ MSc ഫോട്ടോണിക്സിൻ്റെ വേക്കൻസീസ്. അടുത്തത് നമുക്ക് BLET നോക്കാം. വേക്കൻസി ഫോർ ലാറ്റർ എൻട്രി സ്പോട്ട് അഡ്മിഷൻ. അതിൻ്റെ 1-ാം തീയതിയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുക. അപ്പോൾ അതിൽ തൃക്കാക്കര ക്യാമ്പസിൽ OBX ആണ് സ്റ്റേറ്റ് മെറിറ്റിൽ സിവിലിനുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ സിവിലിൽ വേക്കൻസി ഒന്നുമില്ല. പിന്നെ CS ആണെങ്കിൽ CSൽ ജനറൽ വേക്കൻസി ഉണ്ട്.
സ്റ്റേറ്റ് മെറിറ്റിൽ. KSC 3 ഉണ്ട്. CS ഓൾ ഇന്ത്യ മെറിറ്റിൽ OBH 1 ഉണ്ട്. പിന്നെ ലാറ്ററൽ എൻട്രി ട്രിപ്ലിക്കാണെങ്കിൽ ജനറൽ ഒരു വേക്കൻസി ഉണ്ട് സ്റ്റേറ്റ് മെറിറ്റിൽ. EWS 1 ഉണ്ട്. ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ KSC 1 ഉണ്ട് കേട്ടോ. പിന്നെ EC ആണെങ്കിൽ VSK 1 KST 1 സ്റ്റേറ്റ് മെറിറ്റിലുള്ളത്. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ KSC 1 ഉണ്ട്. പിന്നെ IT ആണ്. ITക്ക് ജനറൽ 1 ഉണ്ട് സ്റ്റേറ്റ് മെറിറ്റിൽ. KMB 1 ഉണ്ട്. EWS 1 ഉണ്ട്. പിന്നെ IT ഓൾ ഇന്ത്യ മെറിറ്റിൽ KST 1 OBX 1 ഉള്ളത്. പിന്നെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ഒരു വേക്കൻസിയാണ് കാണുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ. OBXനാണത്. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ ധീവരാണ് ഒരു വേക്കൻസി ഉള്ളത്. പിന്നെ SF വേക്കൻസീസ് ഒന്നും കാണുന്നില്ല. പിന്നുള്ളത് കുട്ടനാടാണ്. കുട്ടനാട് ജനറൽ മെറിറ്റിൽ ഒരു വേക്കൻസി ആണെന്നുണ്ട്. അത് സിവിലിനാണ്. പിന്നെ KSC 3 EWS 1. പിന്നെ ലാറ്ററൽ എൻട്രി ഓൾ ഇന്ത്യ മെറിറ്റിൽ 5 വേക്കൻസി കാണുന്നുണ്ട് സിവിലിന്. പിന്നെ MSM 1 ഉണ്ട്. KSC 2 ഉണ്ട്. അതുപോലെ CS ആണെങ്കിൽ CSൽ KSC 2 വേക്കൻസി ഉണ്ട് കേട്ടോ. പിന്നെ CS ഓൾ ഇന്ത്യ മെറിറ്റിലും വേക്കൻസീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ട്രിപ്ലിയുടെ വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. ട്രിപ്ലിക്ക് ഓൾ ഇന്ത്യ മെറിറ്റിൽ 23 ജനറൽ കാറ്റഗറി വേക്കൻസി ഉണ്ട്. ലാസ്റ്റ് ECക്ക് ആണെങ്കിൽ 15 ഉണ്ട്. അത് ഓൾ ഇന്ത്യ മെറിറ്റാണ്. പിന്നെ ഉണ്ട് വേക്കൻസീസൊക്കെ. ITക്ക് വേക്കൻസീസ് ഉണ്ട് ജനറൽ മെറിറ്റിലൊന്നും, മറ്റേ റിസർവേഷൻസിലൊക്കെ ഉണ്ട്. ഓൾ ഇന്ത്യ മെറിറ്റിലും ഒരു വേക്കൻസി ഉണ്ട് ജനറൽ സീറ്റ്. പിന്നെ ആണെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എൻജിനീയറിംഗിലും ഓൾ ഇന്ത്യ മെറിറ്റിൽ 13 ജനറൽ വേക്കൻസി ഉണ്ട്. അതുപോലെ മറ്റ് റിസർവേഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ലാറ്ററൽ എൻട്രി പോളിമർ സയൻസ് ആൻഡ് എൻജിനീയറിംഗിൽ ഇൻസ്ട്രുമെൻറ്റേഷനിലും ഉണ്ട് വേക്കൻസീസ് മെയിൻ ക്യാമ്പസിൽ. അതുപോലെ പോളിമർ സയൻസിലും ഉണ്ട് 2 വേക്കൻസീസ് ഓരോ റിസർവേഷൻസിനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലാറ്ററൽ എൻട്രിയുടെ വേക്കൻസീസ്. അടുത്തത് മറൈൻ എൻജിനീയറിംഗ് ആണ്. മറൈൻ എൻജിനീയറിംഗിൻ്റെ സ്പോട്ട് അഡ്മിഷൻ 30-ാം തീയതി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സ്റ്റേറ്റ് മെറിറ്റിൽ KSTക്ക് ഒരു വേക്കൻസി ആണുള്ളത്. ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിൽ KSCയിലാണ് ഒരു വേക്കൻസി ഉള്ളത്. പിന്നെ NRIയിൽ 2 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പല കോഴ്സുകളുടെ ഉള്ള വേക്കൻസീസ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നോക്കി സ്പോട്ടിലൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടാനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.